ഈ അച്ഛന്മാരുടെ പെയിൻ കൊണ്ട് നടക്കുന്ന ചില മക്കളുണ്ട് ഭയങ്കരമായിട്ട്. അവർക്കും ഈ ബ്ലോക്കേജ് വരും. കുടുംബപരമായി വരുന്ന ശാപം ഭയങ്കര സ്ട്രോങ് ആയിട്ട് റൂട്ട് ചക്ര റെയർലി നെഗറ്റീവ് ആവുന്നത്. കുറച്ച് ആൾക്കാർ വരുന്നു, പെട്ടെന്ന് ഫാദർ കൈ തലയിൽ വെക്കുന്നു. പക്ഷെ അതിൽ കുറെ ഗിമിക്സ് ഉണ്ടെന്നൊക്കെയാണ് കേൾക്കുന്നത്. മറ്റൊരു അമ്മയും ഈ ഒരു 12 വയസ്സുള്ള ബോയ്, അത് അമ്മയും അമ്മൂമ്മയും എല്ലാം ഉപദ്രവിക്കുകയാണ്. ഇമ്മീഡിയറ്റ്ലി നമ്മൾ ഹീലിംഗ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ കുട്ടികളെല്ലാം ചേഞ്ച് ആവുന്നുണ്ട്, പെട്ടെന്ന് ചേഞ്ച് ആവും. ചിലവരുണ്ട് എന്തൊക്കെ ചെയ്തിട്ടും, ചിലവർ പറയും 1 വർഷം നല്ലപോലെ ബിസിനസ് പോയി പിന്നെ പോകുന്നില്ല, എന്ത് സ്റ്റാർട്ട് ചെയ്താലും നിന്നു പോകുന്നു, ജോലി ഒത്തിരി ചെയ്യുന്നു, പ്രൊമോഷൻ വരുന്നില്ല, പിന്നെ പൈസ കിട്ടുന്നു, ശമ്പളം കിട്ടുന്നു, പക്ഷെ കൈ നിൽക്കുന്നില്ല. യെസ്, അതെ അതെ. മിക്ക കേസിലും നമ്മൾ നോക്കുമ്പോൾ 2 കാര്യങ്ങളാണ് കാണുന്നത്. ഒന്ന്, നമ്മുടെ റൂട്ട് ചക്രയാണ് കരിയർ, ഫിനാൻസ്, ബേസിക് കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ ഇത് ചെയ്യുന്നത്. എപ്പോഴും കരിയർ ആൻഡ് ഫിനാൻസിൽ ഇഷ്യൂ വരുമ്പോൾ നാച്ചുറലി റൂട്ട് ചക്ര ഈസ് ഹാവിങ് എൻ ഇഷ്യൂ. അവരുടെ കരിയർ, ഓക്കെ, ഫിനാൻസ്, ഹെൽത്ത്, റിലേഷൻഷിപ്പ്, ഇത് 4 അല്ലേ? പുരുഷന്മാർ പൊതുവെ ഒരു 25 വയസ്സ് കഴിയുമ്പം 22 വയസ്സ് കഴിയുമ്പോഴത്തേക്കും കരിയറിനെ കുറിച്ചൊക്കെ ഭയങ്കരമായിട്ട് അവർ ചിന്തിച്ചു തുടങ്ങും. എന്തെങ്കിലും ആവണം, എങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും. അങ്ങനെയുള്ളവർക്ക് ലീന എന്തായിരിക്കും? 12 വയസ്സായ കുട്ടി, ഇതേമാതിരി മറ്റൊരു അമ്മയും ഈ ഒരു 12 വയസ്സുള്ള ബോയ്, അത് അമ്മയും അമ്മൂമ്മയും എല്ലാം ഉപദ്രവിക്കുകയാണ്. മനസ്സിലായി? അതും നമ്മൾ സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ ഇതേമാതിരി വയലൻസോൾ. ഇമ്മീഡിയറ്റ്ലി നമ്മൾ ഹീലിംഗ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ കുട്ടികളെല്ലാം ചേഞ്ച് ആവുന്നുണ്ട്, പെട്ടെന്ന് ചേഞ്ച് ആവും. ഞാൻ ഇവരെ കുട്ടികളെ നേരിട്ട് കണ്ടിട്ടില്ല, ബട്ട് അമ്മമാർ പറയുന്നത് അവരുടെ മുഖത്ത് കളർ വരെ മാറുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതാ ഞാൻ പറഞ്ഞത്, നമുക്ക് എനർജി ഏത് ലെവൽ വരെ ആൾക്കാരെ ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും. അപ്പോൾ നമുക്ക് തന്നെ ആസ് പ്രാക്ടീഷണേഴ്സ് നമുക്കും ആ വിശ്വാസം ഇങ്ങനെ കൂടി അത്ഭുതപ്പെടുത്തുന്ന രീതിയിലാണ് ചേഞ്ചസ് വരുത്തുന്നത്. ഈ അത്ഭുത പ്രവൃത്തികൾ, ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ട് അത്ഭുത പ്രവൃത്തികൾ ചെയ്യുന്നില്ലേ? ചിലർ പറയും ഇങ്ങനെ പ്രാർത്ഥനയിലൂടെ മാറുന്നു, ഈ കൂടുതലും ഈ ബന്ധക്കോസ്ത് അങ്ങനെയുള്ള സ്ഥലത്താണ്. ഇതൊക്കെ ഈ ഹീലിങ്ങിൻ്റെ മറ്റൊരു രൂപമാണോ? എനിക്കതിനെപ്പറ്റി കമൻറ്റ് പറയാൻ ആഗ്രഹിക്കുന്നില്ല, ബിക്കോസ് ഐ റിയലി ഡോണ്ട് നോ വാട്ട് ഈസ് ഹാപ്പനിങ്. സി, നമ്മൾ ഇപ്പോൾ ഐ എം എ ഹിപ്നോതെറപ്പിസ്റ്റ്. കാര്യം ഈ വലിയ വേദികൾ, കുറച്ച് ആൾക്കാർ വരുന്നു, പെട്ടെന്ന് ഫാദർ കൈ തലയിൽ വെക്കുന്നു. പക്ഷെ അതിൽ കുറേ ഗിമിക്സ് ഉണ്ടെന്നൊക്കെയാണ് കേൾക്കുന്നത്. ബട്ട് വൺ തിങ് ഈസ്, ഐ എം എ ഹിപ്നോതെറപ്പിസ്റ്റ്. ഇപ്പോൾ ഹിപ്നോതെറപ്പിസ്റ്റും ഹിപ്നോസിസും തമ്മിൽ ഉള്ള വ്യത്യാസം വെച്ചാൽ രണ്ടിലും ഹിപ്നോസിസ് അല്ല, ഹിപ്നോട്ടിസം. എൻ്റെ അടുത്ത് ചില വരുന്ന ക്ലയൻസ്, ഞാൻ അവരെ ഹിപ്നോതെറപ്പിയിൽ എടുക്കുമ്പോൾ അവർ പറയും, മാഡം പക്ഷെ എൻ്റെ ബോധം പോയില്ല. മനസ്സിലായോ? പറയാറുണ്ട്. അവർ ഓൾറെഡി അവരുടെ തലയ്ക്കകത്ത് വരികയാണ്. നമ്മൾ വീഡിയോസ് കാണുമല്ലോ ഇങ്ങനെ ആക്കുമ്പോൾ, അത് ഹിപ്നോട്ടിസം ആണ്. ഇതിൽ രണ്ടിലും കോമൺലി യൂസ് ചെയ്യുന്ന ഹിപ്നോസിസ്, അതായത് ഒരു ഉറക്കത്തിൻ്റെ ഇതിൽ നമ്മൾ കൊണ്ടുപോകുക എന്നുള്ളതാണ്. പക്ഷെ ഒരെണ്ണം ഹിപ്നോതെറപ്പിയും, അതിൽ നമ്മുടെ കോൺഷ്യസ് മൈൻഡ് ഓൺ ആയിരിക്കും 100%. ഇപ്പോൾ ഞാനും രാജേഷും സംസാരിക്കുന്നത് പോലെ, ഇപ്പോൾ രാജേഷ് ഉറങ്ങുമായിരിക്കും, പക്ഷെ ഇതേപോലെ സംസാരിക്കും. ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ആൻസർ പറയും. ഹിപ്നോട്ടിസത്തിനകത്ത് അതല്ല, നമ്മളിങ്ങനെ ആവുന്നു, അവർ വീഴുന്നു. ഇതേമാതിരി സ്റ്റേജ് ഹിപ്നോട്ടിസം ഉണ്ട്. അതായത് വലിയ മജീഷ്യൻസ് ഒക്കെ ചെയ്യുമ്പോൾ അവർ സ്റ്റേജ് ഹിപ്നോട്ടിസം ചെയ്യും. അതേമാതിരി ആണ് ഇതെന്നുള്ളതാണ്. പക്ഷെ ഞാൻ ഐ എം സ്റ്റിൽ ടെല്ലിങ് യു, ഒരു വിശ്വാസം അങ്ങനെ ആവാൻ സാധ്യതയുണ്ട്. ഇത്രയും പേരെ കൺകെട്ടും പോലെ ഒരു സംവിധാനം തന്നെയാണ്. ഈ ജോലി, പലർക്കും ജോലി സാധ്യതകൾ പ്രശ്നമാണ്, സാമ്പത്തികം പ്രശ്നമാണ്. ഒരു ഏജ് കഴിയുമ്പോഴാണ് ഇതിൽ ചിന്തിക്കുന്നത്. എനിക്ക് തോന്നുന്നു പുരുഷന്മാർ പൊതുവെ ഒരു 25 വയസ്സ് കഴിയുമ്പം 22 വയസ്സ് കഴിയുമ്പോഴത്തേക്കും കരിയറിനെ കുറിച്ചൊക്കെ ഭയങ്കരമായിട്ട് അവർ ചിന്തിച്ചു തുടങ്ങും. എന്തെങ്കിലും ആവണം, എങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും. അങ്ങനെയുള്ളവർക്ക് ലീന എന്തായിരിക്കും അവർക്ക് വേണ്ടി കൊടുക്കാൻ പറ്റിയ, അല്ലെങ്കിൽ അവർ എന്ത് ചെയ്താൽ ഇതിന് മാറ്റം? ഇപ്പം വരുന്ന ക്ലയൻസിൽ കുറേ പേരിൽ നമ്മൾ കാണുന്ന കാര്യം, അത് ഈവൻ ലേഡീസ് ഓൾസോ, കരിയർ ആൻഡ് ഫിനാൻസ്. ഇപ്പം ഞാൻ പൊതുവേ ഹാഫ് ആൻ അവർ കൊണ്ട് ഞാൻ ഒരു ക്ലയൻറ്റിൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ അതിനകത്ത് എനർജി വർക്കാണോ അതൊരു ഇന്നർ ചൈൽഡ് വർക്കാണോ ചെയ്യേണ്ടതെന്ന് ഞാൻ മനസ്സിലാക്കും. അപ്പം ചിലവർക്ക് എവിടുന്ന് തുടങ്ങണം എന്ന് അറിയത്തില്ല, കാരണം കുറേ പ്രശ്നങ്ങളാണ്. എവിടുന്ന് തുടങ്ങണം, എന്താ പറയേണ്ടതെന്ന് അറിയത്തില്ല. അപ്പം ഞാൻ ഐ മേക്ക് ഇറ്റ് ഈസിയർ. ഒരു സാധാരണ മനുഷ്യനെ സംബന്ധിച്ച് അവരുടെ കരിയർ, ഓക്കെ, ഫിനാൻസ്, ഹെൽത്ത്, റിലേഷൻഷിപ്പ്, ഇത് 4 അല്ലേ എല്ലാവർക്കും നല്ലതായിട്ട്? ഇതിൽ ഒന്നിലും നമുക്ക് ഇത് വരുത്താൻ പറ്റത്തില്ല. ഇതെല്ലാം കൊള്ളാം, ഹെൽത്ത് മോശമാണ് അല്ലേ, ഇതിലൊന്നും നമുക്ക് വിടാൻ പറ്റില്ല. ദർ ഷുഡ് ബി എ ബാലൻസ് ഇൻ ഓൾ ഓഫ് ദീസ് തിങ്സ്. അപ്പം കരിയറും ഫിനാൻസും
പ്രശ്നമുള്ളവർക്ക് ചെറിയ ഹെൽത്ത് ഇഷ്യൂസ് വരും. കാരണം എന്തുകൊണ്ടാണ്? ദ സ്ട്രെസ് ദാറ്റ് ദേ ഗോ ത്രൂ. മനസ്സിലായി? ചിലപ്പോൾ റിലേഷൻഷിപ്പ് ഓക്കെ ആയിരിക്കും, ഓക്കെ എന്നേ കാണൂ. കാരണം നമുക്കിപ്പോൾ ഒരു ഭർത്താവിന് പൈസയും ഇതുമൊക്കെ സ്റ്റക്ക് ഉണ്ടെങ്കിൽ നാച്ചുറലി ആ പെയിൻ ഭാര്യയും കൂടെ ഏറ്റെടുക്കുമല്ലോ. വീട്ടിൽ മൊത്തത്തിലൊരു എനർജി ഡിസ്റ്റർബൻസ് ആണല്ലോ അത്. പക്ഷേ ഇതിലൊരു ഡിഫറൻസ് കാണുന്ന ഒരു കാര്യം കാണുന്നതെന്ന് വെച്ചാൽ എപ്പോഴും കരിയർ ആൻഡ് ഫിനാൻഷ്യൽ ഇഷ്യൂ വരുമ്പോൾ നാച്ചുറലി റൂട്ട് ചക്ര ഈസ് ഹാവിങ് എൻ ഇഷ്യൂ. നമ്മുടെ റൂട്ട് ചക്രയാണ് കരിയർ, ഫിനാൻസ്, ബേസിക് കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ ഇത് ചെയ്യുന്നത്. തീരെയും ചിലവരുണ്ട് എന്തൊക്കെ ചെയ്തിട്ടും ചിലവർ പറയും ഒരു വർഷം നല്ലപോലെ ബിസിനസ് പോയി പിന്നെ പോകുന്നില്ല, എന്ത് സ്റ്റാർട്ട് ചെയ്താലും നിന്നു പോകുന്നു, ജോലി ഒത്തിരി ചെയ്യുന്നു, പ്രൊമോഷൻ വരുന്നില്ല, പിന്നെ പൈസ കിട്ടുന്നു, ശമ്പളം കിട്ടുന്നു, പക്ഷെ കൈ നിൽക്കുന്നില്ല. യെസ്, അതെ അതെ. മിക്ക കേസിലും നമ്മൾ നോക്കുമ്പോൾ 2 കാര്യങ്ങളാണ് കാണുന്നത്. ഒന്ന് ആൻസിസ്ട്രൽ കേഴ്സ്, അതായത് കുടുംബപരമായി വരുന്ന ശാപം ഭയങ്കര സ്ട്രോങ് ആയിട്ട് റൂട്ട് ചക്ര റെയർലി നെഗറ്റീവ് ആവുന്നത്. നെഗറ്റീവ് എന്ന് വെച്ചാൽ തിരിഞ്ഞു കറങ്ങുന്നു. ചക്രാസിൻ്റെ എനർജി ഫ്ലോ ഷുഡ് ബി ക്ലോക്ക് വൈസ്. എനർജി ഫ്ലോ തിരിഞ്ഞു കറങ്ങുകയാണെങ്കിൽ മോസ്റ്റ്ലി നമ്മൾ നോക്കുമ്പോൾ റൂട്ട് ചക്രയിൽ ആൻസിസ്ട്രൽ കേഴ്സോ ഇല്ലേ ഇവർക്ക് നേരിട്ട് കിട്ടിയ കേഴ്സോ കാണും. ഓക്കെ, അത് നമുക്ക് റിമൂവ് ചെയ്താൽ ഇതിന് ഒത്തിരി മാറ്റം വരും. പിന്നെ വേറൊരു കാര്യം നമ്മൾ ചെക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ അത് നെഗറ്റീവ്ലി ആയിരിക്കില്ല, റൂട്ട് ചക്രയ്ക്ക് ബ്ലോക്ക് ഉണ്ടാവും. ബ്ലോക്ക്സും ഇത് ഒരു ഇഷ്യൂ ആണല്ലോ. ബ്ലോക്ക് ഉണ്ടാവുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എപ്പോഴും നമ്മുടെ കരിയർ ആൻഡ് ഫിനാൻസ് ഇതെപ്പോഴും എനർജി വൈസ് ഇറ്റ് ഈസ് കണക്റ്റഡ് വിത്ത് ദ എനർജി ദാറ്റ് വി ഹാവ് വിത്ത് അവർ ഫാദർ. അപ്പം നമ്മൾ നമ്മുടെ ഫാദറുമായിട്ടുള്ള എനർജി, അതായത് റിലേഷൻഷിപ്പ് ഇഷ്യൂ ഉണ്ടെങ്കിൽ അറിയാലോ, കുറേ പേർക്ക് അച്ഛന്മാരുമായിട്ടൊരു, അത് ആൺകുട്ടി ആയാലും പെൺകുട്ടി ആയാലും, ദാറ്റ് വിൽ എഫക്റ്റ് യുവർ കരിയർ ആൻഡ് ഫിനാൻസ്. നൗ ദർ ആർ ഓൾസോ പീപ്പിൾ ഈ അച്ഛന്മാരുടെ പെയിൻ ക്യാരി ചെയ്യും. അച്ഛന്മാരുടെ പെയിൻ എന്ന് വെച്ചാൽ അച്ഛൻ ഭയങ്കര കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കി അച്ഛൻ്റെ വേദന കൊണ്ട് നടക്കുന്നവരുണ്ട്. പേരൻസിൻ്റെ അമ്മ കഷ്ടപ്പെട്ട് അമ്മയുടെ പെയിൻ കൊണ്ട് നടക്കുന്നവർ. ഈ അച്ഛന്മാരുടെ പെയിൻ കൊണ്ട് നടക്കുന്ന ചില മക്കളുണ്ട് ഭയങ്കരമായിട്ട്. അവർക്കും ഈ ബ്ലോക്കേജ് വരും. ബിക്കോസ് എനർജി വൈസ് വാട്ട് ഇസ് ഇറ്റ് ഈസ് നോട്ട് എ പ്രോപ്പർ പോസിറ്റീവ് എനർജി. ഈ പെയിൻ ഈസ് ഓൾസോ നെഗറ്റീവ്. നമ്മളെപ്പോഴും പറയുന്നത് നമ്മുടെ പേരൻസ് പലതും ഗോ ത്രൂ ചെയ്യുന്നത് അത് അവരുടെ കർമ്മയും അവരുടെ ജേണിയാണ്. തീർച്ചയായിട്ടും. ഓക്കെ, അതിനകത്ത് നമുക്കൊന്നും ചെയ്യാൻ, നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ അവരെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത്. ഇപ്പം നമ്മൾ പഠിച്ച് നമ്മുടെ കാര്യങ്ങൾ നോക്കിയാൽ അവർക്ക് സന്തോഷമായി. അല്ലാതെ ഞാൻ ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് വേണം എനിക്ക് എൻ്റെ അച്ഛനെയും അമ്മയും നോക്കാൻ. യു ആർ നോട്ട് സപ്പോസ് ടു തിങ്ക് ഇൻ ദോസ് വേസ്. ദെൻ യുവർ ലൈഫ് വിൽ ബി ഓൾവേസ് ത്രൂ ഔട്ട് പെയിൻ ഓൺലി. എനർജറ്റിക്കലി നമ്മൾ എങ്ങനെയാണ് ഹയറിൽ നിന്നാണ് ലോവറിലോട്ട് എനർജി ഫ്ലോ ചെയ്യേണ്ടത്. ഈ ട്രീ വരുന്നത് പോലെ ദർ ഇസ് എ എനർജി ഫ്ലോ ട്രീ. ഓക്കെ, അപ്പം നമ്മൾ പേരൻസിൽ നിന്നാണ് മക്കളോട്ട് വരുന്നത്. ഹയർ സോഴ്സിൽ നിന്നാണ് ലോവർ സോഴ്സ്. വി ആർ ലോവർ സോഴ്സ്, ഹയർ സോഴ്സ് ഇസ് ദ ഓൾ മൈറ്റി. അവിടെ നിന്നാണ് നമ്മൾക്ക് ഇവിടെ അച്ഛനമ്മമാരിൽ നിന്ന് മക്കളിലോട്ട് വരണം. ചില മക്കളുണ്ടല്ലോ പുറത്ത് കാശുണ്ടാക്കിയിട്ട് അച്ഛനും അമ്മയ്ക്കും കൂടുതൽ പൈസ, കൂടുതൽ സ്വർണം. ദാറ്റ്സ് നോട്ട് ദ വേ യു ഷുഡ്. കാരണം എനർജി ഫ്ലോ തിരിയും. നമുക്ക് ആകെ ചെയ്യാനുള്ളത് പേരൻസിനെ സപ്പോർട്ട് ചെയ്യുക. ഇനിയിപ്പോൾ അവർക്ക് കാശില്ലാത്ത സമയത്ത് ഹെൽപ്പ് ചെയ്തു. പക്ഷേ ചിലവർ അങ്ങനെയല്ല. മിക്കവരും എന്താ, മക്കളൊക്കെ പുറത്തു പോയാൽ അമ്മയെ സന്തോഷിപ്പിക്കണമെങ്കിൽ അമ്മയ്ക്ക് സ്വർണം കൊടുക്കുക, അച്ഛൻ എന്തെങ്കിലും മനസ്സിലായി. അങ്ങനെയല്ല നമ്മൾ ആക്ച്വലി അത് കൊണ്ടുപോകേണ്ടത്. എപ്പോഴും ഫ്ലോ ഷുഡ് ബി ഇൻ ദ റൈറ്റ് വേ. തിരിച്ചും എക്സ്പെക്റ്റ് ചെയ്യാൻ പാടില്ല. അച്ഛനമ്മമാരെ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടല്ലോ മക്കളുടെ നിന്ന്. അതുപോലെ കുറേ ക്ലയൻസ് എനിക്കുണ്ട്, വെരി സാഡ്ലി. ഞാനപ്പോൾ വിചാരിക്കുക എന്താ ഈ കാലഘട്ടത്തിൻ്റെ കുഴപ്പമാണോ, അച്ഛനമ്മമാർ കടം ഉണ്ടാക്കി വെക്കും. എന്നിട്ട് പെൺമക്കൾ, കൂടുതലും ഞാൻ പെൺമക്കളെ കണ്ടിട്ടുള്ളൂ, വെളി രാജ്യത്ത് പോയി ജോലി ചെയ്ത് അവരുടെ കല്യാണപ്രായവും ഒക്കെ കഴിഞ്ഞു. അവരിപ്പോഴും അച്ഛൻ്റെ അമ്മയുടെയും കടവും തീർത്തിട്ട് അച്ഛനും അമ്മയ്ക്ക് എന്നിട്ടും പോരാ. ഫീൽസ് വെരി സാഡ് അല്ലേ? ആ മക്കൾക്ക് ആ എനർജി വലയത്തിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ എന്താ, കടമൊക്കെ തീർന്ന് ഇനി അവർക്ക് സ്വന്തമായിട്ട് നോക്കാമല്ലോ, ഇനി അവരുടെ ജീവിതം പറ്റില്ല. ദേ ഹാവ് എ ഗിൽറ്റ്. അച്ഛനും അമ്മയല്ലേ നമ്മളെ നോക്കി, അങ്ങനെ വിടാൻ പാടുണ്ടോ, അവർ ചോദിക്കും, ഇനി അവർ ശപിക്കുമോ, ഇങ്ങനെ ഒരു ടൈപ്പ് ഓഫ് ന്യൂ ജനറേഷൻ ഉണ്ട്. ഈ പെയിനിൽ കൂടെ കടന്ന് അവരുടെ ലൈഫും മറന്ന് അവർ ജീവിക്കുന്നു. ആർക്കാ ഫൈനൽ നഷ്ടം? ഇറ്റ്സ് ഓൺലി യു. ഞാൻ പറയില്ല, നമ്മളെ അറിയണം എവിടെ നമ്മൾ സ്റ്റോപ്പ് ഇടണം. അച്ഛനമ്മ ആയിക്കോട്ടെ, ഫാമിലി ആയിക്കോട്ടെ, മക്കളായിക്കോട്ടെ, യു ഷുഡ് നോ വെയർ ടു പുട്ട് യുവർ ബൗണ്ടറീസ്. അത് പറ്റാത്ത പിള്ളേരും ഇതേമാതിരി ചൈൽഡ്ഹുഡ് ട്രോമയിൽ നിന്ന് വരുന്ന കുട്ടികളാണ്. ആൻഡ് ഇതേമാതിരി നേരത്തെ രാജേഷ് പറഞ്ഞ പോലെ ഭയങ്കരമായിട്ട് പ്രാകുന്ന അച്ഛനമ്മമാരുണ്ട്. എന്ത് കിട്ടിയിട്ടും ദേ ആർ നോട്ട് ഹാപ്പി. പക്ഷെ അതിലും അറ്റാച്ച് ആയിരിക്കുന്ന മക്കളെന്ന് പറയുന്നത് ട്രോമറ്റൈസ്ഡ് ചിൽഡ്രൻ ആണ്. അല്ലാതെ എന്തിനാണ്, ഇപ്പം വലുതായില്ലേ, അച്ഛനും അമ്മയ്ക്ക് നോക്കാനുള്ള ഇതുണ്ട്, അത്യാവശ്യം ജീവിച്ചു പോകാനൊക്കെ ഉള്ളതുണ്ട്. വൈ ഷുഡ് യു?
ഇതും കർമ്മയുടെ ഭാഗമാണ്. അല്ല, ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ അഡൽട്ട്ഹുഡിലായിക്കഴിഞ്ഞാൽ ദെൻ യു ഷുഡ് നോ ചൈൽഡ്ഹുഡ് ഇഷ്യൂസാണ് നമ്മളെ ഹോൾഡ് ചെയ്ത് വെക്കുന്നത്. അത് വെറും ചൈൽഡ്ഹുഡ് ഇഷ്യൂസാണ്, ഞാൻ ഗോ ത്രൂ ചെയ്യേണ്ടതാണ്. അച്ഛനമ്മ അവരുടെ പ്രശ്നങ്ങളുണ്ട്, അവരങ്ങനെ ആവുന്നു ഇല്ലേ. ഒരാൾ ഒരു പെർട്ടിക്കുലർ ബിഹേവിയറിലാവുന്നത് അവരുടെ ചൈൽഡ്ഹുഡ് ട്രോമ ഉണ്ടാകും. അത് മനസ്സിലാക്കി നമ്മൾ വിട്ടുകഴിഞ്ഞ് നമ്മുടെക്ക് തന്നിരിക്കുന്ന ചോയ്സസ് ഏറ്റവും ബെസ്റ്റായിട്ട് നമ്മൾ യൂസ് ചെയ്യാൻ പഠിച്ചാൽ, അതിനെ നമ്മൾ ഹീലിംഗ് എന്ന് പറഞ്ഞാൽ ഹീൽ യുവർ സെൽഫ് ആൻഡ് ദെൻ യു സ്റ്റാർട്ട് ലുക്കിംഗ്. ആൻഡ് ഹീലിംഗ് ഈസ് ഓൾവേസ് ഗുഡ് ടു ഹാപ്പൻ. എല്ലാവർക്കും ഒരു സമയമുണ്ട് ഹീൽ ചെയ്യാൻ, ബട്ട് ഐഡിയലി ഈസ് ഗുഡ് ടു ഹാപ്പൻ ബിഫോർ യു ഗെറ്റ് ഇൻ ടു എ റിലേഷൻഷിപ്പ്. ഇപ്പോൾ ഞാൻ വീട്ടിലിങ്ങനെ കുറച്ച് പ്രശ്നങ്ങളായിരിക്കുന്നു, ഒരു സാധാരണ വ്യക്തി. എനിക്ക് ആത്മീയപരമായിട്ട് ഞാൻ വളരെ ലോയിൽ നിൽക്കുന്ന ആളാണ്, എനിക്കൊന്നും അറിയില്ല. പക്ഷെ എനിക്ക് എന്നെ തന്നെ ഡെവലപ്പ് ചെയ്യാൻ എന്താണ് ഞാൻ ചെയ്യേണ്ടത്? ഞാനൊരു ഹീലറിൻ്റെ അടുത്ത് പോകുന്നില്ല. അപ്പം എനിക്ക് സെൽഫായിട്ട് രാവിലെ എണീക്കുന്നു, എൻ്റെ കർമ്മം ചെയ്യുന്നു, ജോലിക്ക് പോകുന്നു, വരുന്നു, ഈവനിങ് ഞാൻ ചിലപ്പോൾ ക്ഷേത്രത്തിൽ പോകാം, പള്ളിയിൽ പോകാം, എന്തും ആവാം. പക്ഷേ എനിക്ക് ഇതേപോലെ ഒന്ന് സെൽഫ് മോട്ടിവേറ്റ് ആവണം. അതിന് ഞാൻ എന്ത് ചെയ്യണം? ഏറ്റവും വേണ്ടത് വിശ്വാസമാണ്. എന്തിലുള്ള വിശ്വാസം? നമുക്ക് നമ്മളിലുള്ള വിശ്വാസം ഏറ്റവും നമ്പർ 1. നമ്പർ 2, നമ്മൾ ഏത് മതവിശ്വാസവും ഏത് ഇതിലും ആയിക്കോട്ടെ, ഫെയ്ത്ത് എന്ന് പറയുന്നത് സ്ട്രോങ് ആയിരിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾ എന്തിനെ പൂജിക്കുന്നു, ദ മോർ വി ആർ ഇൻ ടു ഇറ്റ്, ദ മോർ ആൻസേഴ്സ് ആൻഡ് മോർ പവർഫുൾ വി ബിക്കം ഫ്രം ദാറ്റ് എനർജി. മനസ്സിലായി? പക്ഷെ എത്ര പേർക്ക് 100% ഫെയ്ത്ത് ഉണ്ട്? നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാർ പ്രശ്നങ്ങൾ വരുമ്പോൾ, പലതും വരുമ്പോൾ ഈ റിലീജിയസ് സ്ഥലത്തൊക്കെ പോകുന്നുണ്ട്. പിന്നെ എന്തിനാണ് അവർ പെയിനിലോ സ്ട്രെസ്സിലോ ഇരിക്കുന്നത്? മിക്ക പേരും ആങ്ഷ്യസ് ആണ്. എന്തിൻ്റെ ആങ്ഷ്യസാണ്? ആങ്ഷ്യസ് ഇസ് ഫിയർ ഓഫ് ദ ഫ്യൂച്ചർ. എന്താ സംഭവിക്കാൻ പോകുന്നത്, ഫ്യൂച്ചറിൽ എന്താണെന്നുള്ള അല്ലേ? ഇനിയിപ്പോൾ എൻ്റെ മോൾക്ക് നല്ല ഭർത്താവിനെ കിട്ടുമോ, ഞാൻ പരീക്ഷ എനിക്ക് നല്ല ജോലി കിട്ടുമോ? ഈ ഫെയ്ത്ത് 100% ഉണ്ടെങ്കിൽ വൈ ഷുഡ് ദെയർ ബി ഫിയർ? ബിക്കോസ് ഈ ഇരിക്കുന്ന എനിക്കോ രാജേഷിനോ അറിയത്തില്ല നാളെ നമ്മൾ എഴുന്നേക്കുമെന്ന് തന്നെ. ഇറ്റ്സ് നോട്ട് ഇൻ അവർ ഹാൻഡ്സ്, റൈറ്റ്? സോ ദെൻ വാട്ട് ഈസ് ദിസ് ഫിയർ അബൌട്ട്? വേറാസ് എന്തിനെ ഞാൻ വിശ്വസിക്കുന്നു അതിൽ ഞാൻ 100% സറണ്ടറൻസ് ഇടുക. ഞാൻ ഒരു എക്സാമ്പിൾ, ഇത് എൻ്റെ കേൾക്കുന്ന എൻ്റെ ക്ലയൻസിനൊക്കെ അറിയാം ഞാനിത് ഈ എക്സാമ്പിൾ, ബിക്കോസ് അവരെ കൊണ്ട് മനസ്സിലാക്കിപ്പിക്കുന്നില്ല വാട്ട് ഈസ് ഫെയ്ത്ത്. ഫെയ്ത്ത് ഇസ് ഗുഡ്, ബട്ട് പുരോഗമനത്തിനായിരിക്കണം. മനസ്സിലായോ? ഫെയ്ത്ത് എന്ന് പറയുന്നൊരു സാധനം 100% ആണ്. അല്ലാതെ ഈ പകുതി ഫെയ്ത്തിനെ ഫെയ്ത്ത് എന്ന് നമ്മൾ വിളിക്കാറില്ല. വിശ്വാസം, പകുതി വിശ്വാസം ഇല്ല, ഫുൾ വിശ്വാസമാണ്. അപ്പോൾ ഫുൾ വിശ്വാസം എന്താ? ടെസ്ല കാർ ഉണ്ടല്ലോ, വിത്തൗട്ട് എ ഡ്രൈവർ, ടെസ്ല കാർ. ഓക്കെ, ഈ ടെസ്ല കാറിനകത്ത് നമ്മൾ ഇരിക്കുമ്പോൾ ഡ്രൈവർ ഇല്ലാണ്ട് നമ്മൾ ബാക്കി ഇരിക്കും. ആദ്യമായിട്ട് രാജേഷ് ആ ടെസ്ല കാറിൽ ഇരിക്കുവാന്ന് വെച്ചോ, വാട്ട് വിൽ ബി യുവർ അനുഭവം? എന്താ സംഭവിക്കാൻ പോകുന്നൊരു ഉൾഭയം ഉണ്ടാവും. ഈ നെഞ്ച് വായിലോ കയ്യിലോ പിടിച്ചു വെച്ചിട്ടായിരിക്കും അല്ലേ? ഈ നമ്മുടെ ഇന്ത്യൻ ട്രാഫിക്കിൽ പോവുകയാണെങ്കിൽ ഇപ്പോൾ ഇടിക്കോ, ഇപ്പോൾ ഇത് നമ്മൾ അതിൽ ഡെസ്റ്റിനേഷൻ മാത്രമേ കൊടുക്കുന്നുള്ളൂ, ബാക്കി മൊത്തം ദ കാർ ഇസ് കൺട്രോളിങ്, ദർ ഇസ് നോ ഡ്രൈവർ. നമുക്ക് അതിനകത്ത് സമാധാനമായിട്ട് ഇരിക്കാൻ ഒക്കത്തില്ല, ഒരിക്കലും പറ്റില്ല. ചിലപ്പോൾ അവിടെ എത്തുമ്പോഴത്തേക്ക് നമ്മൾ തന്നെ അറ്റാക്ക് മരിക്കും. മനസ്സിലായോ? ദാറ്റ് ഈസ് വാട്ട് ഫെയ്ത്ത് ഇസ് ലൈക്ക് ദാറ്റ്. യു ആർ നോട്ട് സീയിങ് എനിത്തിങ്, യു കാൺ സീ ദ ഓൾമൈറ്റി, ബട്ട് ഇഫ് യു ബിലീവ് ഹി നോസ് വെയർ ടു ടേക്ക് യു, ദാറ്റ് ഇസ് ഫെയ്ത്ത്. യു ജസ്റ്റ് ലീവ് വിശ്വാസം, യു ജസ്റ്റ് ലീവ് എവറിത്തിങ്. നാളെ എനിക്ക് പ്രൊമോഷൻ കിട്ടുമോ ഇല്ലയോ എന്നല്ല, എല്ലാവരും ചെയ്യേണ്ട ഒറ്റ കാര്യമോ, ഞാൻ എന്ത് കർമ്മം ചെയ്യുന്നു, വാട്ട് എവർ ഐ എം ഡൂയിങ്. അതിപ്പോൾ എൻ്റെ മക്കളെ നോക്കുന്നതായിക്കോട്ടെ, ഒരു ഓഫീസിൽ ഞാൻ ഒരു എംപ്ലോയി ആയിട്ടിരിക്കുന്നു, പുട്ട് മൈ 100%. ഇറ്റ്സ് നോട്ട് വെദർ എനിക്ക് ഇത്രേ ശമ്പളം കിട്ടുന്നുള്ളൂ, ഇത്ര ജോലി ചെയ്യേണ്ട ആവശ്യമുള്ളൂ. മനസ്സിലായോ? അങ്ങനെയല്ല, എന്തൊക്കെ നമ്മുടെ ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടോ. കാരണം നമുക്ക് അന്നം തരുന്ന ഒരു ഇതാണ് നമ്മുടെ ജോലി പോലും, അതിൽ 100% സമർപ്പണം. ദാറ്റ് ഈസ് വാട്ട് യു കോൾ സറണ്ടറൻസ് ഇൻ വാട്ട് എവർ യു ഡു. ഫെയ്ത്തിലും അതാണ് 100% ടു ദാറ്റ് പവർ. That time you will see the change. വിശ്വാസം അതല്ലേ എല്ലാം. That is where the change is supposed to come in people. They think നമ്മളാണ് നമ്മുടെ ലൈഫ് കൺട്രോൾ ചെയ്യുന്നത്. ഞാൻ പ്ലാൻ ചെയ്തില്ലെങ്കിൽ നമ്മൾ പ്ലാൻ ചെയ്യണം. നമ്മളിപ്പോൾ ഇന്നൊരു മീറ്റിംഗ് ഉണ്ട്, ബട്ട് ഞാൻ 10 വർഷം കഴിഞ്ഞുള്ള പ്ലാനിങ് എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല, ഒരു മാസം കഴിഞ്ഞുള്ള പ്ലാനിങ് എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ അതാണ് എൻ്റെ ഡെസ്റ്റിനി, ഞാനാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. യു ആർ എ ഫൂൾ ടു തിങ്ക് ദാറ്റ്. ദിസ് ഈസ് ഓൾസോ പാർട്ട് ഓഫ് സ്പിരിച്വാലിറ്റി. തീർച്ചയായിട്ടും. ടെസ്ലയുടെ കാര്യം പറഞ്ഞതുകൊണ്ട് അവർ എന്നോ തുടങ്ങിയ ഒരു പരീക്ഷണമാണ്, എന്നോ തുടങ്ങിയതാണ്.
അത് ഈ 2024-25 അത് പ്രാവർത്തികമായി. അത് നല്ല ഫ്യൂച്ചറിലേക്ക് വേണ്ടിയിട്ട് നല്ല കാര്യങ്ങൾക്ക് വേണമെങ്കിൽ നമുക്ക് അല്ലേ അത്തരം ലക്ഷ്യങ്ങൾ വയ്ക്കുന്നത് നല്ലതാണ്. പക്ഷേ ചില കാര്യങ്ങൾ നമ്മളത് വയ്ക്കാൻ പാടില്ല എന്നാണ്. തീർച്ചയായിട്ടും അടുത്ത ടോക്കിൽ വീണ്ടും കാണാം. താങ്ക് യു.